വാൾട്ടർ ഡിസ്നിയുടെ ബാനറിൽ 1916 പുറത്തിറങ്ങിയ അതിമനോഹരമായ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ജംഗിൾ ബുക്ക്. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ശാന്തമായൊരു കാടാണ്. കാട്ടിലൂടെ മഗ്ലി എന്ന കുട്ടി ഓടി വരികയാണ്. ഒരു കൂട്ടം ചെന്നായ്ക്കളും അവന്റെ കൂടെ ഓടുന്നുണ്ട്. പിന്നാലെ ഒരു കരിമ്പുലിയും ഓടി വരുന്നുണ്ട്. അവനെ പിടിക്കാൻ ഓടിക്കുകയാണ് കരിമ്പുലി. ഓടി ഓടി മഗ്ലി കാട്ടിൽ നിന്ന ഒരു വലിയ മരത്തിൽ പാഞ്ഞു കയറി അതിന്റെ ചില്ലയിലൂടെ ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഉണക്കച്ചില്ല ഒടിഞ്ഞ് മഗ്ലി താഴെ വീണു. ചാടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ച അവനെ കരിമ്പുലി പിടികൂടി. പിന്നീട് കാണുന്നത് ബഗീര എന്നു പേരുള്ള ആ കരിമ്പുലി അവനോട് വാത്സല്യത്തോട് സംസാരിക്കുന്നതാണ്. നീ ഇങ്ങനെയൊന്നും ഓടിയാൽ പറ്റില്ല. കുറച്ചുകൂടി നന്നായി ഓടി പഠിച്ചാൽ മാത്രമേ നിനക്ക് ഈ കാട്ടിൽ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ബഗീരയും ആ ചെന്നായ്ക്കൂട്ടവും മഗ്ലിയും കാട്ടിലൂടെ നടന്നു പോവുകയാണ്. അവരെല്ലാവരും നല്ല കൂട്ടുകാരാണ്. ശത്രുക്കളിൽ നിന്ന് എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുന്നതെന്ന് അവനെ പരിശീലിപ്പിക്കുകയാണ് ബഗീര. നീ ഒരു ചെന്നായി അല്ല, മനുഷ്യക്കുട്ടിയാണ്. പക്ഷേ ഈ കാട്ടിൽ വസിക്കുമ്പോൾ ഒരു ചെന്നായെപ്പോലെ പെരുമാറാൻ നീ പഠിച്ചേ മതിയാവോ. കാരണം അത് നിന്റെ അതിജീവനത്തിന് ആവശ്യമാണ് ഇവിടെ, ബഗീര അവനോട് പറഞ്ഞു. മഗ്ലി പിന്നീട് അവന്റെ അമ്മയായ അവനെ വളർത്തിയ രക്ഷ എന്നു പേരുള്ള ചെന്നായുടെ അടുത്ത് ചെന്നിരുന്നു. ഇന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, രക്ഷ എന്ന് അവനോട് അന്വേഷിച്ചു. ഇന്നും ബഗീര എന്നെ പിടിച്ചു, മഗ്ലി പറഞ്ഞു. സാരമില്ല, കാര്യങ്ങളൊക്കെ ശരിയാകും, രക്ഷ അവനെ ആശ്വസിപ്പിച്ചു. ആ വർഷത്തെ വേനൽക്കാലം വളരെ കടുത്തതായിരുന്നു. ജലസ്രോതസ്സുകളെല്ലാം വറ്റി. ചെറിയ അരുവികളും തോടുകളും വറ്റി വരണ്ടു. സാധാരണയായി മൃഗങ്ങൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ വരുന്ന ആ ജലാശയത്തിന് നടുവിലുള്ള പീസ് റോക്ക് എന്നറിയപ്പെടുന്ന ഒരു പാറ തെളിഞ്ഞു കണ്ടു. സാധാരണ വേനൽക്കാലങ്ങളിൽ അത്രയും വെള്ളം താഴാറില്ല. ആ പീസ് റോക്ക് ജലത്തിനു മീതെ തെളിഞ്ഞു കണ്ടാൽ അവിടെ വെള്ളം കുടിക്കാൻ വരുന്ന മൃഗങ്ങളെ ആക്രമിക്കാൻ പാടില്ലെന്നാണ് കാട്ടിൽ നിയമം. കാരണം അത്ര വലിയ വേനൽക്കാലത്ത് ആ പീസ് റോക്കിന് ചുറ്റും മാത്രമേ ഇത്തിരി വെള്ളം ഉണ്ടാവാറുള്ളൂ. മഗ്ലിയും തന്റെ ചെന്നായി കുടുംബത്തോടൊപ്പം അവിടെ വെള്ളം കുടിക്കാൻ വന്നു. ഇവിടെ നന്നായി പെരുമാറണമെന്നും ആരെയും ഉപദ്രവിക്കാൻ പാടില്ലെന്നും മഗ്ലിയോട് രക്ഷ പറഞ്ഞു. ആ സമയത്ത് ബഗീരയും അവിടെ വെള്ളം കുടിക്കാൻ വന്നു. ബഗീരെ കണ്ട് മൃഗങ്ങളെല്ലാം പരിഭ്രമിച്ചു. എന്നാൽ നമ്മളിപ്പോൾ ഒരു സന്ധിയിലാണെന്നും ഈ സമയത്ത് ഇവിടെ വെച്ച് ആരെയും ഉപദ്രവിക്കില്ലെന്നും ബഗീര പറഞ്ഞു. അപ്പോൾ വെള്ളത്തിലേക്ക് പാത്രം പോലെ ഒരു വസ്തു വന്ന് വീണു. അതിൽ വെള്ളമെടുക്കുന്നത് മഗ്ലിയാണ്. അത് കണ്ട് അകേല അവനോട് പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറ്റില്ല. കാട്ടിലെ മറ്റു ജീവികൾ പെരുമാറുന്നത് പോലെ നീയും ഇവിടെ പെരുമാറണം. ആ സമയത്ത് അങ്ങോട്ട് മറ്റൊരാൾ വരുന്നു. വലിയ ഒരു കടുവയാണിത്. അവന്റെ പേര് ഷേർഖാൻ. അവൻ വരുന്നത് കണ്ട് എല്ലാവരും പേടിച്ചുപോയി. ഷേർഖാൻ കാട്ടിലെ മൃഗങ്ങളോട് പറഞ്ഞു, ഇവിടെ പല ജീവികളുടെയും മണം വരുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ പരിചയമില്ലാത്ത ഒരു ഗന്ധവും എനിക്ക് കിട്ടുന്നുണ്ട്. ചെന്നായ്ക്കളുടെ നേതാവായ അകേല ഷേർഖാനോട് പറഞ്ഞു, അത് എന്റെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യ കുഞ്ഞിൻ്റെതാണ്. നിന്റെ കൂട്ടത്തിൽ മനുഷ്യ കുഞ്ഞോ? മനുഷ്യർ എന്നാണ് കാട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്? എന്നാൽ അവനെ എനിക്കൊന്ന് കാണണമല്ലോ. മഗ്ലിയെ നോക്കിക്കൊണ്ടാണ് ഷേർഖാൻ പറയുന്നത്. മനുഷ്യരെ കാട്ടിൽ കൂട്ടുന്നത് കാട്ടിലെ നിയമത്തിനെതിരല്ലേ എന്ന് ഷേർഖാൻ ചോദിച്ചു. അകേല പറഞ്ഞു, അതൊരു ചെറിയ കുഞ്ഞാണ്. മനുഷ്യ കുഞ്ഞ് വളർന്നാൽ കാട്ടിന് അപകടമാണെന്ന് ഷേർഖാൻ മൃഗങ്ങളോട് പറഞ്ഞു. അതിന്റെ തെളിവാണ് എന്റെ മുഖം, എന്റെ കണ്ണുകൾ. ഷേർഖാന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയം രക്ഷ മഗ്ലിക്ക് വേണ്ടി സംസാരിച്ചു. അവൻ എന്റെ മകനാണ്. ഈ ചെന്നായി കൂട്ടത്തോടൊപ്പം എന്റെ കുട്ടികളോടൊപ്പം അവനും വളരും. ഈ വരൾച്ചക്കാലം അവസാനിക്കുമല്ലോ. അപ്പോൾ ഈ സമാധാന സന്ധിയും തീരും. നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കിയിരുന്നോളൂ. ഷേർഖാൻ അവരെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ വരൾച്ചക്കാലമായതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. അധികം താമസിക്കാതെ മഴ വരും. ഈ പാറ വെള്ളത്തിനടിയിലാകുന്ന നിമിഷം ഞാൻ അവനെ കൊന്നിരിക്കും, ഷേർഖാൻ പറഞ്ഞു. അവനെ രക്ഷിക്കാമെങ്കിൽ രക്ഷിക്ക്. ഷേർഖാൻ അവിടെ നിന്ന് പോയി. അധികം താമസിക്കാതെ മഴ വന്നു. മഴയിൽ പല ഭാഗത്തായി വെള്ളം ഒഴുകി ഒഴുകി വന്നു. ആ പീസ് റോക്ക് വെള്ളത്തിൽ മറഞ്ഞു. ചെന്നായ്ക്കൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മഗ്ലിയെ രക്ഷിക്കും എന്നായിരുന്നു. മഗ്ലിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും അല്ലെങ്കിൽ ഈ ചെന്നായി കൂട്ടത്തിന് തന്നെ ഷേർഖാൻ അപകടം വരുത്തുമെന്നും ചെന്നായ്ക്കൾ അകേലയോട് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് മഗ്ലി അവിടേക്ക് വരുന്നത്. നിങ്ങളാരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഈ കാട്ടിൽ നിന്ന് പോയിക്കൊള്ളാം. എന്നാൽ രക്ഷ അത് സമ്മതിച്ചില്ല. അവൾക്ക് മഗ്ലിയെ സ്വന്തം മക്കളെ പോലെ ഇഷ്ടമായിരുന്നു. അവൻ വളർന്നു വരികയാണെന്നും ഇനി മനുഷ്യരുടെ കൂടെയാണ് അവൻ താമസിക്കേണ്ടതെന്നും ഈ കാട്ടിൽ അവൻ സുരക്ഷിതനായിരിക്കുകയില്ല എന്നും ബഗീര പറഞ്ഞു. അപ്പോൾ രക്ഷ അങ്ങോട്ട് വന്ന് ബഗീരയോട് സംസാരിച്ചു. ബഗീര, ഇവൻ എന്റെ കുഞ്ഞാണ്.
ഞാനിവനെ എൻ്റെ കൂടെ വളർത്തും. അവൻ മനുഷ്യരുടെ കൂടെ പോകുന്നതാണ് നല്ലതെന്നും ഇവിടെ ഓരോ നിമിഷവും അവന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അഖേല പറഞ്ഞു. ഞാൻ എവിടെ പോയാലും ഇവിടെ തിരിച്ചു വരുമെന്നും ഞാനെന്നും അമ്മയുടെ മകനായിരിക്കുമെന്നും മഗ്ലി പറഞ്ഞു. അങ്ങനെ ബഗീരയോടൊപ്പം മഗ്ലി അവിടെ മനുഷ്യൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് യാത്രയാവുകയാണ്. നീയല്ല എല്ലാവരോടും പറയുന്നത് മനുഷ്യരുടെ അടുത്തേക്ക് പോകരുതെന്നും അവിടെ അവർ കെണിയൊരുക്കി വെച്ചിട്ടുണ്ടെന്നുമൊക്കെ. എന്നിട്ടിപ്പോൾ ആ നീ തന്നെ എന്നെ മനുഷ്യരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണല്ലേ? മഗ്ലി ചോദിച്ചു. അപ്പോൾ നീയൊരു മനുഷ്യ കുഞ്ഞാണെന്നും നിനക്ക് അതൊന്നും ബാധകമാവില്ലെന്നും ബഗീര അവനോട് പറഞ്ഞു. അപ്പോഴാണ് ഒരു ആനക്കൂട്ടം ആ വഴി വന്നത്. ആനകളെ കണ്ടപ്പോൾ തല കുനിച്ച് വണങ്ങാൻ ബഗീര അവനോട് പറഞ്ഞു. ആനകളാണ് ഈ കാടുണ്ടാക്കിയത്, അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. നടന്ന് നടന്ന് അവർ ഒരു വലിയ പുൽമേട്ടിലെത്തി. അവിടെ നിറയെ പോത്തുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ ബഗീര പെട്ടെന്ന് അലർട്ടാവുന്നു. അവന് ആരുടെയോ മണം കിട്ടി. ബഗീര അവനോട് ആ കൊക്കയുടെ സൈഡിലേക്ക് ഓടാൻ ആവശ്യപ്പെടുന്നു. എനിക്ക് കാട്ടിൽ നിന്ന് പോവാൻ ഇഷ്ടമല്ല, അപ്പോഴാണ് നീ എന്നെ ഓടാൻ പറയുന്നത്? ആ കാട്ടിൽ ഒളിച്ചിരുന്ന ഷേർഖാൻ മഗ്ലിയുടെ മേതേക്ക് ചാടി വരികയാണ്. ബഗീര പെട്ടെന്ന് ഷേർഖാന്റെ മുന്നിലേക്ക് ചാടി. മഗ്ലി അതിവേഗമോടി. അതേസമയം പോത്തുകളും ഓടാൻ തുടങ്ങി. ബഗീരയും ഷേർഖാനുമായി അതിഭയങ്കരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഗീരയെ കീഴ്പ്പെടുത്തി ഷേർഖാൻ മഗ്ലിയുടെ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ വന്ന ഷേർഖാനെ പോത്തുകൂട്ടം ഇടിച്ചിടുകയാണ്. ആ സമയം മഗ്ലി താഴേക്ക് ചാടി. പാഞ്ഞു പോകുന്ന പോത്തുകൾക്കിടയിൽ നിന്ന് മഗ്ലി ഷേർഖാനെ നോക്കി. ഷേർഖാൻ അവനെ കണ്ടു കഴിഞ്ഞു. മഗ്ലി അതിവേഗം ഒരു പോത്തിന് കൊമ്പിൽ പിടിച്ച് അതിന് പുറത്തു കയറിയിരുന്ന് പാഞ്ഞുപോയി. അവനെ പോത്തിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. എന്തോ ഒരു ശബ്ദം കേട്ടാണ് അവൻ ഉണർന്നത്. നോക്കുമ്പോൾ അതാ മല ഇടിഞ്ഞു വരുന്നു. പെരുമഴയിൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. അവൻ ഉടൻ തന്നെ താഴേക്ക് ചാടി. അവൻ ഉരുണ്ടുരുണ്ട് താഴെയുള്ള പുഴയിൽ ചെന്ന് വീണു. അവിടെ ഒരു വലിയ മരത്തടിയിൽ അവന് പിടുത്തം കിട്ടി. മരത്തടിയിൽ പിടിച്ച് വെള്ളത്തോടൊപ്പം അവൻ ഒഴുകിപ്പോയി. ആ സമയം ചെന്നായ്ക്കൂട്ടത്തിൽ ചെന്നായ്ക്കുട്ടികൾ രക്ഷയോട് മഗ്ലിയെ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുകയായിരുന്നു. അവൻ പൊയ്ക്കോട്ടെ മക്കളെ, ഇവിടെ അവൻ തീരെ സുരക്ഷിതനല്ല, രക്ഷ പറഞ്ഞു. ആ സമയം ഷേർഖാൻ അവിടെ വന്നു. നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യക്കുട്ടിയെ രക്ഷപ്പെടാൻ അനുവദിച്ചതെന്ന് ചെന്നായ് കൂട്ടത്തോട് ചോദിച്ചു. അവൻ അവന്റെ കൂട്ടത്തോടെ പോയി ജീവിക്കട്ടെ എന്ന് അഖേല പറഞ്ഞു. അത് കേട്ട് ഷേർഖാൻ ആകെ ദേഷ്യപ്പെട്ടു. അവൻ ഇവിടെ നിന്നാൽ ഈ കാട്ടിന് സമാധാനം ഉണ്ടാവില്ലെന്ന് അഖേല പറഞ്ഞു. അവനെ ഇങ്ങോട്ട് തിരിച്ചു വരുത്താൻ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. ഷേർഖാൻ ദേഷ്യത്തിൽ വന്ന് അഖേലയെ എടുത്ത് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. അതേസമയം മഗ്ലി ആ മരത്തടിയിൽ പിടിച്ച് പുഴയിലൂടെ ഒഴുകിപ്പോവുകയാണ്. കുറെ ദൂരം ചെന്ന് അവനൊരു കാട്ടിലെത്തി. കാട്ടിലൂടെ നടക്കുമ്പോൾ തിളങ്ങുന്ന ഒരു വസ്തു അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. അവനത് എടുത്തു നോക്കി. അത് ഒരു വലിയ പെരുമ്പാമ്പിന്റെ തോലായിരുന്നു. പിന്നെയും നടക്കുമ്പോൾ അവന് ഒരു മരത്തിൽ നിന്ന് ഒരു കുല പഴം കിട്ടി. അവൻ അവിടെ പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെറിയ ജീവികൾ അവിടെ എത്തി. അവൻ അവർക്ക് പഴം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരിൽ ഒരുത്തൻ വന്ന് അവന്റെ പഴക്കുല മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അവരുടെ പിന്നാലെ മഗ്ലി ഓടി അവൻ ഏകാന്തമായൊരു സ്ഥലത്തെത്തി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആരുടെയോ ഒരു ശബ്ദം അവൻ കേട്ടു. ഞാനിവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നതൊന്നുമല്ല. ഞാൻ ഒരു വഴി പോകുമ്പോൾ ഈ കാട്ടിൽ പെട്ടുപോയതാണ്. എന്റെ കൂട്ടുകാരൻ ബഗീര ഇപ്പോൾ വരും. അവന്റെ കൂടെ ഞാൻ പോയിക്കൊള്ളാം എന്നൊക്കെ മഗ്ലി ആ ശബ്ദത്തോട് പറഞ്ഞു. അപ്പോൾ നീ പേടിക്കണ്ട, ഞാൻ നിനക്ക് ബഗീര വരുവോളം കൂട്ടിരിക്കാമെന്ന് പറഞ്ഞ് ഒരു വലിയ പെരുമ്പാമ്പ് അവന്റെ അടുത്തേക്ക് തല നീട്ടി. അതിന് കണ്ട് അവൻ പേടിച്ചു പോയി. നീ ബഗീരയുടെ സുഹൃത്താണല്ലേ? നീ ആരാണെന്നും നീ എവിടുന്നാ വന്നതെന്നും എനിക്കറിയാം. പണ്ട് മഗ്ലിയുടെ അച്ഛൻ മകളെയും കൊണ്ട് ആ കാട്ടിൽ വന്നു. കാട്ടിലൊരു ഗുഹയിൽ തീ കാഞ്ഞിരിക്കുന്ന സമയത്ത് ഷേർഖാൻ അവരെ ആക്രമിച്ചു. മഗ്ലിയുടെ അച്ഛൻ തീക്കമ്പെടുത്ത് ഷേർഖാന്റെ മുഖത്ത് അടിച്ചു. ഷേർഖാന്റെ മുഖം പൊള്ളലേറ്റ് ഒരു കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പക്ഷേ പൊള്ളലേറ്റെങ്കിലും ഷേർഖാൻ മഗ്ലിയുടെ അച്ഛനെ വകവരുത്തി. മഗ്ലിയെ ഷേർഖാൻ കണ്ടില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങി നടന്ന മഗ്ലി ബഗീര എന്ന കരിമ്പിലിയുടെ അടുത്തെത്തി. ഒരു ചെറിയ കുട്ടി തന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ട് ബഗീരയ്ക്ക് അവനെ ഇഷ്ടമായി. ബഗീര അവനെ ഒരു ചെന്നായ് കൂട്ടത്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ ചെന്നായ്ക്കളോടൊപ്പം മഗ്ലി വളർന്നു. ഈ കഥയൊക്കെ എന്നു പേരുള്ള ആ പെരുമ്പാമ്പ് അവനോട് പറഞ്ഞു. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും മകളെ ചുറ്റുവരിഞ്ഞു കഴിഞ്ഞിരുന്നു. അവനെ വിഴുകാനായി വാ പൊളിക്കുന്ന സമയത്താണ് ഒരു വലിയ കരടി കായെ ആക്രമിച്ചത്. കരടിയുടെ അടിയേറ്റ് പെട്ടെന്ന് കായയുടെ പിടുത്തം അയഞ്ഞു. മഗ്ലി താഴെ വീണു. അവന്റെ ബോധം പോയിരുന്നു. അപ്പോൾ അവൻ പിന്നെ കണ്ണു തുറക്കുമ്പോൾ അവനൊരു ഗുഹയിലാണ്. അടുത്ത് ആ കരടിയുമുണ്ട്. കരടി അവനോട് പറഞ്ഞു, എന്റെ പേര് ബാലു എന്നാണ്.
നിന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. പകരമായി നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ബാലു അവനെ ഒരു മലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ ഉയരത്തിലായി കാട്ടുതേൻ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് നീ എനിക്ക് എടുത്തു തരണം. ബാലു അവനോട് പറഞ്ഞു. അതെങ്ങനെ എനിക്കെടുക്കാൻ പറ്റും? മഗ്ലി ചോദിച്ചു. അപ്പോൾ ബാലു അവനോട് പറഞ്ഞു, നീ ഒരു മനുഷ്യനാണ്, എന്നെ പോലെയല്ല. എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിനക്ക് ആ തേനെടുക്കാൻ കഴിയും. മഗ്ലി അടുത്തുള്ള കാട്ടിൽ നിന്ന് കുറെ വള്ളികളും ഒരു മരക്കമ്പും ഒക്കെ സംഘടിപ്പിച്ചു വന്ന് ആ പാറമലയുടെ മുകളിലുള്ള മരത്തിൽ ആ വള്ളി കെട്ടിയിട്ട് താഴേക്ക് തൂങ്ങിയിറങ്ങി. കമ്പ് കൊണ്ട് കുത്തി ആ തേനീച്ചക്കൂട് ഇളക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ആ കമ്പ് താഴേക്ക് പോയി. പിന്നെ ആ വള്ളിയിൽ തൂങ്ങിയാടി വന്ന് അവൻ എങ്ങനെയൊക്കെയോ ആ തേനീച്ചക്കൂട് തകർത്ത് താഴെയിട്ടു. ബാലുവിന് ഇഷ്ടംപോലെ തേൻ കിട്ടി. ബാലു സന്തോഷത്തോടെ ആ തേൻ മുഴുവൻ അടിച്ചു. നീ ഇവിടെ നിന്നാല് നമുക്ക് ഒരുമിച്ച് കൂട്ടുകാരായി നടക്കാം. ഞാൻ നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാം. നീ കാട്ടിൽ എന്നോടൊപ്പം കൂടുന്നോ? കാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് മനുഷ്യരുടെ അടുത്തേക്ക് പോകണം. ഷേർഖാൻ എന്നെ പിടിക്കാൻ നടക്കുകയാണ്. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഗ്രാമത്തിലേക്ക് പോകാൻ ബഗീരയാണ് എന്നോട് പറഞ്ഞത്. ബാലു ബഗീരയെ അറിയുമായിരുന്നു. ബഗീരയാണോ പറഞ്ഞത്? എങ്കിൽ ശരി, ഞാൻ നിന്നെ ഗ്രാമത്തിനടുത്ത് കൊണ്ടുപോയി ആക്കാം. അങ്ങനെ ബാലുവിന്റെ പുറത്തിടുന്ന് അവർ ഗ്രാമത്തിലേക്ക് നടന്നു. ആ ചുവന്ന പൂ കാണുന്ന സ്ഥലമാണ് മനുഷ്യരുടെ ഗ്രാമം. മനുഷ്യരുടെ കയ്യിൽ മാത്രമേ ആ ചുവന്ന പൂവുള്ളൂ. ആ ചുവന്ന പൂവിനെ അഴിച്ചു വിട്ടാൽ അത് എല്ലാം നശിപ്പിക്കും, ബാലു പറഞ്ഞു. മഗ്ലിക്ക് വീണ്ടും ഗ്രാമത്തിലേക്ക് പോകാൻ മടി തോന്നി. അവന് കാട്ടിനോടായിരുന്നു ഇഷ്ടം. ബാലുവിനും മഗ്ലിയെ ഗ്രാമത്തിലേക്ക് വിടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാൽ തേനെടുക്കാനൊക്കെ ഒരു സഹായമായല്ലോ. അങ്ങനെ സംസാരിച്ച് അവസാനം മഗ്ലി മനുഷ്യരുടെ അടുത്തേക്ക് ഇപ്പൊ പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. മഞ്ഞുകാലത്തേക്ക് വേണ്ട തേൻ അവർ സമാഹരിച്ചു. അങ്ങനെ മഗ്ലിയും ബാലുവും കുറച്ച് കൂട്ടുകാരും കൂടി ആ കാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ആ സമയത്താണ് ആ കാട്ടിലേക്ക് ബഗീര വരുന്നത്. താൻ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മഗ്ലി ബഗീരയോട് വാചാലനാകുന്നുണ്ട്. താനിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുവെന്നും ഈ കാട്ടിൽ നിന്ന് ഇത്രയും തേനെടുത്ത് താനാണെന്നൊക്കെ അവൻ ബഗീരയോട് പറയുന്നുണ്ട്. അപ്പോൾ ബഗീരയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ഈ കാര്യങ്ങളൊക്കെ നീ മനുഷ്യരുടെ ഗ്രാമത്തിൽ പോയി കാണിക്കണം. ഈ കാടിന്റെ നിയമം അതിനെതിരാണ്, ബഗീര പറഞ്ഞു. അവൻ അതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ബാലു പറയുന്നു. കാട്ടിലെ നിയമം വിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ബാലുവിനെയും ബഗീര ശകാരിച്ചു. അവസാനം മഗ്ലി അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് രാത്രി കഴിയട്ടെ, നാളെ നേരം വെക്കുമ്പോൾ പോകുന്ന കാര്യം തീരുമാനിക്കാമെന്ന് ബാലുവും പറഞ്ഞു. എന്തായാലും നീ നാളെ ഇവിടുന്ന് പോയിക്കോണം എന്ന് പറഞ്ഞ് ബഗീര അവിടെ നിന്ന് യാത്രയായി. അന്ന് രാത്രിയിൽ കുറെ ആനകളുടെ കരച്ചിൽ കേട്ട, ആനകൾ ഒച്ച വയ്ക്കുന്നത് കേട്ടാണ് മഗ്ലിയും ബാലുവും അങ്ങോട്ട് വന്നത്. ആ ആനക്കൂട്ടത്തിനടുത്തേക്ക് മഗ്ലി ഓടിച്ചെല്ലുകയാണ്. അവൻ അടുത്ത് വരുന്നത് കണ്ട് ആനകൾ ബഹളമുണ്ടാക്കി. അപ്പോൾ മഗ്ലി നിലത്തിരുന്ന് തലകുനിച്ച് ആനകളോട് ആദരവ് പ്രകടിപ്പിച്ചു. ശേഷം അവൻ എഴുന്നേറ്റ് ആനകളുടെ ഇടയിലേക്ക് പോയി. അവിടെ ഒരു ആനക്കുട്ടി കുഴിയിൽ വീണ് കിടക്കുകയാണ്. അവർ അത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ചെറിയ ആനക്കുട്ടിയെ രക്ഷിക്കാനാവുന്നില്ല. അതിനാണ് ആനകൾ ബഹളം വയ്ക്കുന്നത്. ഉടനെ മഗ്ലി ഓടിപ്പോയി തന്റെ കാട്ടുവള്ളിക്കെട്ട് എടുത്തുകൊണ്ടുവന്നു. ആ വള്ളികളുടെ ഒരറ്റം കുഴിയിലേക്കിട്ട് മറുവശം ആനകളുടെ കയ്യിൽ കൊടുത്തു. ആ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവർക്ക് തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചു. ആനകൾ അവരോട് നന്ദി പറഞ്ഞു. ബാലു ബഗീരയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ നല്ല മിടുക്കനാണെന്ന്. എന്നാൽ അവനെ എന്തിനു പറഞ്ഞു വിടുന്നതെന്ന് ബാലു ചോദിച്ചു. ഷേർഖാൻ അവനെ പിടിക്കാൻ അന്വേഷിച്ച് നടക്കുകയാണെന്ന് ബഗീര പറഞ്ഞു. ചെന്നായ്ക്കളുടെ നേതാവായ അഖീലയോട് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ പറ്റും. അഖേലയെ ഷേർഖാൻ കൊന്നുകളഞ്ഞു. ഇനി ഈ കുട്ടിയെ രക്ഷിക്കാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പൊന്നു ബാലു, എങ്ങനെയെങ്കിലും ഇവനെ മനുഷ്യരുടെ അടുത്തേക്ക് അയക്ക്. ഇത് പറഞ്ഞ് ബഗീര തിരിഞ്ഞു നടന്നുപോയി. ബാലു ചെന്ന് മഗ്ലിയോട് പറഞ്ഞു, നിന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി നീ എനിക്ക് തേൻ എടുത്തു തന്നു. നമ്മൾ തമ്മിലുള്ള കരാർ തീർന്നു. ഇനി നീ മനുഷ്യരുടെ അടുത്തേക്ക് പോയിക്കൊള്ളുക. മഗ്ലിക്ക് അത് കേട്ടപ്പോൾ സങ്കടം വന്നു. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി ദൂരെയായി ഒരു മരത്തിന്റെ മുകളിൽ കയറി കിടന്നു. ആ മരത്തിൽ നിന്ന് കുറെ കുരങ്ങുകൾ അവനെ പിടിച്ചുകൊണ്ടുപോയി. മഗ്ലിയും ബാലുവും അത് കണ്ട് അവരെ പിന്തുടർന്നു. ഒരു വലിയ കോട്ടയിലാണ് കുരങ്ങന്മാരുടെ രാജാവ് താമസിക്കുന്നത്. കുരങ്ങന്മാർ മഗ്ലിയെ അവരുടെ രാജാവിന്റെ മുന്നിൽ എത്തിച്ചു. കുരങ്ങുകളുടെ രാജാവ് അവനോട് സംസാരിച്ചു. നിനക്കേതായാലും ഈ കാട്ടിൽ ജീവിക്കാൻ ഒരു കൂട്ടം വേണം. നീ എൻ്റെ കൂടെ നിന്നോളൂ. ഭക്ഷണവും സമ്പത്തും നിനക്ക് ആവശ്യമുള്ളതെന്തും ഞാൻ തരാം. പകരം നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം. മനുഷ്യരുടെ കയ്യിൽ മാത്രമുള്ള ആ ചുവന്ന പൂവ് നീ എനിക്ക് കൊണ്ടുവന്ന് തരണം. നിങ്ങൾ തീ എന്ന് വിളിക്കുന്ന ആ ചുവന്ന പൂവ് എനിക്ക് വേണം. അത് ഉണ്ടാക്കരുതെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ആ സമയത്ത് മഗ്ലി പറഞ്ഞു. എന്തുകൊണ്ടാണ് നിന്നെ അങ്ങനെ പഠിപ്പിച്ചതെന്നറിയാമോ? അത് കിട്ടിയാൽ നീയായിരിക്കും ഈ കാടിന്റെ നേതാവ്. നിനക്ക് എല്ലാം നിയന്ത്രിക്കാൻ കഴിയും. ആ സമയം ബാലു അങ്ങോട്ട് വന്നു. ബാലു ഓരോന്ന് പറഞ്ഞ്
അവരുടെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്ന ബഗീരയോടൊപ്പം മഗ്ലി ഓടി രക്ഷപ്പെടുന്നു. അവർ പുറത്തെത്തുന്നതിന് മുൻപേ ഒരു കുരങ്ങൻ അത് കണ്ടു. കുരങ്ങൻ ഉടനെ അലറി വിളിച്ചു. അത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. എല്ലാവരും കൂടി അവരെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു വരികയാണ്. അവനെ ആക്രമിക്കാൻ വന്ന കുരങ്ങന്മാരെ ബഗീരയും ബാലുവും കൂടി നേരിടുന്നു. അവൻ്റെ തൊട്ടു പിന്നിലെത്തി രാജാവ് പറഞ്ഞു, നിനക്ക് ഈ കാട്ടിൽ അതിജീവിക്കണമെങ്കിൽ ഒരു കൂട്ടം വേണം. അപ്പോൾ മഗ്ലി പറഞ്ഞു, ഞാൻ ചെന്നായ്ക്കളുടെ കൂടെയാണ് വളർന്നത്. ഞാൻ അവരുടെ അടുത്തേക്ക് പോയിക്കൊള്ളാം. അകേല എന്നെ നോക്കിക്കൊള്ളും. അപ്പോൾ നീ അറിഞ്ഞില്ലേ, അകേലയെ ഷേർഖാൻ കൊന്നു. രാജാവ് പറഞ്ഞത് മഗ്ലി വിശ്വസിച്ചില്ല. നീ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് മഗ്ലി അവിടെ നിന്ന് ഓടിപ്പോയി. മഗ്ലി ഓടി ഓടി ഒരു ചെറിയ വാതിലിലൂടെ പുറത്തേക്ക് ചാടുന്നു. ആ വഴി രാജാവ് അവനെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് ആ കെട്ടിടം ഇടിഞ്ഞു വീണു. കുരങ്ങന്മാർ ഉടനെ ഓടിച്ചെന്ന് തങ്ങളുടെ രാജാവിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. മഗ്ലി ആ കെട്ടിടത്തിനിടയിൽ പെട്ടോ എന്ന് പേടിച്ച് ബഗീരയും ബാലുവും അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് ദൂരെ ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് മഗ്ലി വിളിച്ചു ചോദിച്ചു, ഷേർഖാൻ അകേലയെ കൊന്നുവെന്ന് പറഞ്ഞത് ശരിയാണോ? രാജാവ് പറഞ്ഞത് സത്യമാണോ? അത് ശരിയാണെന്ന് ബഗീര അവനോട് പറഞ്ഞു. മഗ്ലി അവിടെ നിന്ന് ഓടിപ്പോയി. ഗ്രാമത്തിലെത്തി മഗ്ലി അവിടെ ഇരുന്ന ഒരു തീപ്പന്തം എടുത്ത് കാട്ടിലേക്ക് തിരിച്ചോടി. പോകുന്ന വഴിയിൽ കുറച്ച് തീക്കനലുകൾ ആ വഴിയിലൊക്കെ വീഴുന്നുണ്ട്. കാട്ടിൽ തീയുമായി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ട ഒരു പരുന്ത് അവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും വിവരം അറിയിച്ചു. അതുകൊണ്ട് എല്ലാവരും നദിക്കരയിലേക്ക് ഓടിപ്പോകാനും പരുന്ത് എല്ലാ മൃഗങ്ങളോടും വിളിച്ചു പറഞ്ഞു. ഓടുന്നതിനിടെ അത് മഗ്ലിയാണെന്ന് കുറെ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞു. തീയുമായി വന്ന മഗ്ലി, നീ എവിടെയാണെങ്കിലും പുറത്തു വാ ഷേർഖാൻ എന്ന് വിളിച്ചു പറഞ്ഞു. ഷേർഖാൻ ആ മൃഗങ്ങൾക്കിടയിലൂടെ അവൻ്റെ അടുത്തേക്ക് വന്നു. നീ ശരിക്കും മനുഷ്യന്റെ സ്വഭാവം കാണിച്ചു. നീ ആ ചുവന്ന പൂവ് ഈ കാട്ടിലെത്തിച്ചു. നോക്കൂ, കാട് നശിക്കുകയാണ്. മഗ്ലി നോക്കുമ്പോൾ ദൂരെ തീ പടർന്നിരിക്കുന്നു. കാട്ടിൽ മുഴുവൻ തീയാണ്. ആ ചുവന്ന പൂ നിന്റെ കയ്യിലുള്ളതല്ലേ നിനക്ക് എന്നെ നേരിടാൻ ഇത്ര ധൈര്യം തന്നത്? അത് കളഞ്ഞിട്ട് ഒരു നിമിഷമെങ്കിലും നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്ക്. മഗ്ലി ഉടനെ പന്തം വലിച്ചെറിഞ്ഞു. ആ പന്തം പുഴയിൽ വീണ് കെട്ടുപോയി. ഷേർഖാൻ ഉടനെ മഗ്ലിയെ ആക്രമിക്കാൻ വന്നു. ബാലു ഷേർഖാനെ നേരിട്ടു. ചെന്നായ്ക്കളെല്ലാം ഒരുമിച്ച് ഷേർഖാനെ ആക്രമിക്കാനായി പായുന്നു. മഗ്ലിയും അവരുടെ കൂടെ ഓടുമ്പോൾ ബഗീര അവനെ പിടിച്ച് താഴെയിട്ടു. നീ ചെന്നായല്ല, ചെന്നായെ പോലെ ആക്രമിക്കാൻ നിനക്ക് കഴിയില്ല. നീ മനുഷ്യനെ പോലെ ആക്രമിക്ക്. ബഗീര പറഞ്ഞത് കേട്ട് മഗ്ലി കാട്ടിലേക്ക് ഓടി. ഷേർഖാൻ അവനെ പിന്തുടർന്നു. ആ സമയം ബഗീര അവനെ തടയുന്നു. ബഗീരയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് വീണ്ടും ഷേർഖാൻ മഗ്ലിയുടെ പിന്നാലെ ഓടി. അതേസമയം ചെന്നായ്ക്കളും അങ്ങോട്ട് വന്ന് ഷേർഖാനെ ആക്രമിച്ചു. തീപിടിച്ച് കാടിനുള്ളിൽ നിൽക്കുന്ന മഗ്ലി ഒരു വലിയ മരത്തിൽ വലിഞ്ഞു കയറി. ആ മരത്തിൽ പടർന്നു കിടന്ന വള്ളികളൊക്കെ അവൻ മുറിച്ചെടുത്തു. ആ വള്ളിയിൽ ഒരു ചെറിയ കമ്പ് കെട്ടി അവനെ മരത്തിന്റെ ഒരു ചില്ലയിൽ കെട്ടിയിട്ടു. ഷേർഖാൻ അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. മഗ്ലി ആ മരത്തിന്റെ ചില്ലയിലൂടെ നടന്നു പോവുകയാണ്. പിന്നാലെ ഷേർഖാനും. ഷേർഖാൻ വരുന്നുണ്ടോ എന്ന് മഗ്ലി ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ഷേർഖാൻ നോക്കുമ്പോൾ ആ ചില്ലക്ക് താഴെ തീയാണ്. മഗ്ലിക്ക് ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് ഷേർഖാന് മനസ്സിലായി. ഷേർഖാൻ അവനോട് പറഞ്ഞു, നിന്റെ അച്ഛനെയും അകേലയെയും കൊന്നതുപോലെ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിന്റെ സമയം അവസാനിച്ചു. ഇതും പറഞ്ഞ് ഷേർഖാൻ അവന്റെ മേലേക്ക് ചാടി. പക്ഷെ മഗ്ലി നിന്ന ആ ഉണങ്ങിയ മരക്കൊമ്പിന്റെ അറ്റത്തേക്ക് ഷേർഖാൻ വന്ന് ചാടി വീണപ്പോൾ ആ മരക്കമ്പ് ഒടിഞ്ഞ് അവൻ താഴെ കത്തുന്ന തീയിലേക്ക് വീണു. അതേസമയം മഗ്ലി ഒറ്റച്ചാട്ടത്തിന് താൻ സെറ്റ് ചെയ്ത് വെച്ച് വള്ളിയിൽ തൂങ്ങിക്കിടന്നു. മഗ്ലി എവിടെയെന്ന് മൃഗങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അവൻ ഒരു ആനക്കൂട്ടത്തോടൊപ്പം അവിടെ വന്ന് കുറെ മരത്തടികളും കല്ലുമൊക്കെ ആനക്കൂട്ടത്തിന്റെ സഹായത്തോടെ ഉരുട്ടി വെച്ച് ആ നദിയിലെ ജലം തീയുള്ള ഭാഗത്തേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ ആ കാട്ടിലെ തീ അണഞ്ഞു. അങ്ങനെ ഷേർഖാന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ച മഗ്ലി മൃഗങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു. അതോടെ സിനിമ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.